പ്രോവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ PF കർശനമാകുന്നു. EPF എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് കർശനമാവുകയാണ്. എല്ലാവർക്കും അത് നടപ്പിലാക്കുകയാണ്. ഉയർന്ന PF വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ PF പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി ഉത്തരവ് സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2023 ജൂലൈ 11 വരെയുള്ള കണക്കനുസരിച്ച് ഓൺലൈനിലൂടെ 17.49 ലക്ഷം അപേക്ഷകളാണ് ജോയിൻറ്റ് ഓപ്ഷൻ വാലിഡേഷന് വേണ്ടി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 15.24 ലക്ഷം അപേക്ഷകൾ തൊഴിലുടമകൾ 2025 ജനുവരി 31 EPFിലേക്ക് കൈമാറിയിട്ടുണ്ട്. ലോക്സഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രി സുശ്രീ ശോഭ കരൻലജെ NK പ്രേമചന്ദ്രൻ MPയോട് പറഞ്ഞ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. EPF കമ്മിറ്റിക്ക് ലഭിച്ച അല്ലെങ്കിൽ കമ്മീഷൻ ലഭിച്ചിട്ടുള്ള പ്രോവിഡൻറ്റ് ഫണ്ട് ലഭിച്ചിട്ടുള്ള 99% അപേക്ഷകളും നവംബർ 24 കണക്കനുസരിച്ച് തീർപ്പാക്കിയിട്ടുണ്ട്. 4,27,308 ഡിമാൻഡ് നോട്ടീസ് നൽകിയതിൽ 3,40,060 അപേക്ഷകൾ വിഹിതം അടയ്ക്കാത്തതിൻ്റെ പേരിൽ അർഹതയില്ലാത്തതാണെന്ന് കണ്ടെത്തി. 2,33,303 അപേക്ഷകൾ ഡിമാൻഡ് തുക അടച്ചിട്ടുണ്ട്. അതിൽ 96,274 പേർ സർവീസിലുള്ളവരും 13,07,29 പേർ വിരമിച്ചവരുമാണ്. വിരമിച്ചവരിൽ 12,44,057 പേർക്ക് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നൽകിയിട്ടുണ്ട്. 12,572 പെൻഷൻ പേയ്മെൻറ്റുകൾ ഓർഡറുകൾ തയ്യാറാക്കി വരുന്നുവെന്നും മന്ത്രി മറുപടി നൽകി. പ്രോറാറ്റ പെൻഷൻ നിശ്ചയിക്കൽ പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിന് പ്രോറാറ്റ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ആര്? നമ്മുടെ മന്ത്രി അറിയിച്ചു. EPF സമഗ്ര പരിഷ്കരണത്തിനുള്ള ഹൈ എംപവേർഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നതാണ് ആവശ്യം. തൊഴിലുടമയും തൊഴിലാളികളും കേന്ദ്ര സർക്കാരും വിഹിതമിട്ട് നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പെൻഷൻ കൊടുക്കുന്നതിന് ഫണ്ട് പര്യാപ്തമല്ലതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിലൂടെയുള്ള അധിക സഹായം ചേർത്താണ് നിലവിൽ പെൻഷൻ നൽകുന്നത്. ഫണ്ടിൻ്റെ നിലവിലെ അവസ്ഥയും ഭാവിയിലുണ്ടാകുന്ന ബാധ്യതകളും കണക്കിലെടുത്ത് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ EPFിൻ്റെ സംവിധാനം ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ എത്ര തൊഴിലാളികളുണ്ടെങ്കിലും അവിടെയെല്ലാം EPF സംവിധാനം ആവശ്യമുണ്ടെന്നും അത് 21,000 രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇപ്പോൾ EPF ഉള്ളത്. അത് 25,000 ശമ്പളത്തിലേക്ക് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി തീരുമാനമെടുത്തിട്ട് അതിൻ്റെ പേപ്പറുകൾ വരുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും EPF ആവശ്യമാണ്. EPF ഇല്ലാത്ത സ്ഥാപനങ്ങളെ പൂട്ടുന്ന സ്ഥാപനങ്ങളെ നിയമപരമായി അവരെ കൊണ്ട് EPF എടുപ്പിക്കാനുള്ള ശ്രമവും നടക്കും എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളി സംഘടനകൾക്കും തൊഴിലാളികൾക്കും ഒരു സന്തോഷ വാർത്തയാണ്. EPFിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെല്ലാവരും അവരവർ ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും. എന്തായാലും നമ്മൾ സർവീസ് ഷോട്ടിൽ EPFിൻ്റെ വാർത്ത കൂടെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ പുതിയ തീരുമാനമെടുത്തതായിട്ടാണ് അറിയുന്നത്.